വെജിറ്റേറിയൻസിനും അതേപോലെ പച്ചക്കറി ഇഷ്ടമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് എടുക്കണം. അതിന്റെ കളർ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ കപ്പലണ്ടി, 1/2 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് എടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചുവന്നുള്ളി രണ്ടാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ചൂടാറാൻ വേണ്ടി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ രണ്ട് വശവും നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചൊന്ന് മാറ്റാം. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ കോവയ്ക്കയുടെ പകുതി ഭാഗം വരെ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴുവനായിട്ട് നമുക്ക് മുറിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെട്ട് പോലെ രണ്ട് വശവും നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാകത്തിന് നമുക്ക് എല്ലാ കോവയ്ക്കും ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തരിതരിപ്പായിട്ട് ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടിയിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഒരുപാട് ഫൈൻ പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമ്മൾ ഈ ഒരു കോവക്കയിലേക്ക് മസാല ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മസാല ഈ കോവക്കയുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഈ കോവയ്ക്ക് പൊട്ടി പോകാനും പാടില്ല, പുറത്തേക്കൊന്ന് ലീക്ക് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ കോവക്കയിലേക്കും അത്യാവശ്യം നന്നായിട്ട് മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉണക്കമുളക് അതുപോലെ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവിലേക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോഴും ഈ കോവയ്ക്കയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ കോവയ്ക്കയും ഇങ്ങനെ ഫില്ല് ചെയ്തൊന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ എടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ച് നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് തുറന്നതിന് ശേഷം എല്ലാ കോവയ്ക്കും ഒന്ന് തിരിച്ചിട്ടൊന്ന് കൊടുക്കാം. എന്നാൽ മാത്രം നമുക്ക് എല്ലാ വശവും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരുപാട് എണ്ണ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. വീണ്ടും നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഇവിടെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ലീക്കായിട്ട് കുറച്ച് പുറത്തേക്ക് പോയി എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കോവയ്ക്കയിലേക്ക് മുഴുവനായിട്ട് ആ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. ഒപ്പം സൈഡ് ഡിഷായിട്ട് ഒരു ഇത്തിരി തൈര് കൂടി ഉണ്ടെന്നുള്ള കുശാലായി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.